ആര്യൻ രചന അളകനന്ദ ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. നീയ പറയുന്ന കേട്ട് സെയിൽസിൽ നിന്ന് ആ പെൺകുട്ടി ചിരിച്ചു. ശിവയാണെങ്കിൽ പരിഭവത്തോടെ മുഖം വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. നീ ഏതാണെന്ന് വെച്ചാൽ എടുക്കേട്ടോ, ഞാനിപ്പോൾ വരാം. നീയ ശിവയെ അവിടെ നിർത്തി ജനസെക്ഷനിലേക്ക് ചെന്നു. ആര്യനൊരു ഡ്രസ്സ് എടുക്കണമെന്ന ആഗ്രഹം തോന്നിയാണ് അവൾ അങ്ങോട്ട് ചെന്നത്. കുറച്ചു നേരം കൊണ്ട് തന്നെ അവനിണങ്ങുമെന്ന് തോന്നിയ വയലറ്റ് നിറത്തുള്ള ഷർട്ടും അതിനൊത്ത കരയുള്ള മുണ്ടും അവൾ തേടി പിടിച്ചെടുത്തു. നീയ തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഒരു കൂട്ടം തുണിയും വാരി പിടിച്ച് നിൽപ്പുണ്ട് ശിവ. അത് കണ്ട് ചിരി വന്നെങ്കിലും നീയ ചിരിച്ചില്ല. ബില്ല് പേ ചെയ്ത് കവറുകളൊക്കെയായി പാർക്കിങ്ങിലേക്ക് നടക്കുകയായിരുന്നു രണ്ടുപേരും. അയ്യോ എഴുത്തി, ഞാനൊരു ഫോൺ എടുത്തില്ല, അതാ ട്രയൽ റൂമിലാണ് തോന്നുന്നു. ശിവ തലക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. എടുത്തി നടന്നോ, ഞാൻ ഫോൺ എടുത്തിട്ട് വേഗം വരാവേ. ശിവ ഫോൺ എടുക്കാൻ പോയതും നീ ആ കാറിനരികിലേക്ക് നടന്നു. അല്പനേരം കഴിഞ്ഞ് ശിവ ഓടിപ്പിടിച്ച് വേഗത്തിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നീയെ കാണാതെ വന്നതും ശിവ ചുറ്റുമൊന്ന് നോക്കി. അവളുടെ പേര് ഉച്ചത്തിൽ വിളിച്ചെങ്കിലും മറുപടിയൊന്നും കിട്ടാതായതോടെ ശിവ ഫോൺ എടുത്ത് നീയുടെ നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ തങ്ങളുടെ കാറിന് മറുഭാഗത്തായി നീയുടെ ഫോണും ഇപ്പോൾ വാങ്ങിയ വസ്ത്രങ്ങളുമൊക്കെ ചിതറിക്കിടക്കുന്ന കണ്ടതും ശിവ വല്ലാതെ ഭയന്നുപോയി. എന്താ നടന്നെന്നോ നീ എവിടെ പോയെന്നോ അറിയാതെ ശിവ പേടിച്ച് കരയാൻ തുടങ്ങി. അവിടെ ആകമാനം നടന്ന് അവൾ നീയെ തിരഞ്ഞെങ്കിൽ നിരാശയായിരുന്നു ഫലം. ഓഫീസിലിരിക്കുമ്പോഴും പതിവില്ലാത്ത എന്തോ ഒന്ന് തന്റെ മനസ്സിനെ അലട്ടുന്നതായി ആര്യന് തോന്നി. എന്തോ അരുതാത്ത നടക്കാൻ പോകുന്ന പോലെ മനസ്സ് മന്ത്രിച്ചു. ഒന്നിലും പൂർണ്ണമായി ശ്രദ്ധയിൽ താൻ കഴിയുന്നില്ല. ഇനി ഒരുപാട് കാലത്ത് ഒരു ഇടവേള വന്നതിൻ്റെ ആവുമെന്നോർത്ത് ആര്യന് സ്വയം ആശ്വസിച്ചു. ഫോണൊന്ന് ഓൺ ചെയ്ത് വാൾപേപ്പറിൽ കണ്ട നീയുടെ പുഞ്ചിരിക്കുന്ന മുഖം അവനിൽ തെല്ലൊരു ആശ്വാസം നിറച്ചു. ആ നേരം അവളെ കാണാൻ ആര്യന്റെ ഹൃദയം ഒന്ന് വെമ്പി. ഒന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്തില്ലെങ്കിൽ തനിക്കിനി ഇവിടെ ഇരിക്കാനാവില്ലെന്ന് കരുതി നീയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ ഒരുങ്ങിയതും ശിവയുടെ കോൾ അപ്പോഴേക്ക് അവനെ തേടിയെത്തിയിരുന്നു. ഹലോ ശിവ, എന്താ മോളെ? ആര്യൻ ചോദിച്ചതിന് മറുപുറത്ത് ശിവയുടെ തേങ്ങ കരച്ചിലായിരുന്നു മറുപടിയായി കിട്ടിയത്. അത് കേട്ടതും ആര്യനൊരു ഞെട്ടലോടെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റുന്നു പോയി. എന്താ എന്തുറ്റി ശിവ, നീ നിനക്ക് അറിയുന്നു, കാര്യം പറ. ആര്യന്റെ സ്വരത്തിലും പരിഭ്രമം നിറഞ്ഞു. കൈകൾ വിയർത്തു. മേശമേൽ പിടിമുറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. അച്ഛേട്ടാ എടുത്തി. അവളുടെ വാക്കുകൾ പലതും കരച്ചിലിടയിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. അതും കൂടി കേട്ടതും ആര്യന് സ്വയം നഷ്ടമാകുന്ന പോലെ തോന്നി. എന്തോ ഒരു ഉൾഭയം നിമിഷ നേരം കൊണ്ട് അവനെ വന്ന് മൂടി. നീയാ അവളെന്തിയെ? അവൾക്ക് എന്താ പറ്റിയേ? നിന്റെ കൂടെ ആയിരുന്നില്ല അവള്? ആര്യന് എന്തു പറയണമെന്നോ ചോദിക്കണമെന്നോ അറിയാത്ത അവസ്ഥയിലായിരുന്നു. കാറിന്റെ കീ മേശമേൽ നിന്നും തപ്പിയെടുത്തു. ക്യാബിന്റെ ഗ്ലാസ് ഡോർ തുറന്ന് കാറ്റുവേഗത്തിൽ പുറത്തേക്ക് പായുമ്പോഴേക്കും അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഉള്ളം വേദനിച്ചു അവന്റെ കിളിക്കുഞ്ഞിനെ ഓർത്ത്. ശിവ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ നീ? എവിടെ എന്റെ നീഹ? അവൾക്ക് എന്താടി പറ്റിയത്? ശിവ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ നീ? എവിടെ എന്റെ നീഹ? അവൾക്ക് എന്താടി പറ്റിയത്? ആര്യന്റെ അലർച്ച പോലെയുള്ള സ്വരം കേട്ടതും ശിവ കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് നടന്നോക്ക് അവനോട് പറഞ്ഞു. കേട്ടതൊന്നും സത്യമാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആര്യൻ ശിവയുള്ള സ്ഥലത്തേക്ക് ചെന്നത്. അവിടെ കരഞ്ഞു വീങ്ങിയ മുഖത്തോടെ നിൽക്കുന്നവളെയും ചുറ്റും ചിതറിക്കിടക്കുന്ന കവറുകളുമൊക്കെ കാണി ആര്യനാകെ നിയന്ത്രണം വിട്ടു തുടങ്ങിയിരുന്നു. പറ ശിവ, അവളെന്തിയെ? എന്റെ പെണ്ണ് അവളെവിടെ? അവൾക്ക് എന്താ സംഭവിച്ചേ ശിവ? സൂര്യൻ ശിവയുടെ ചുമലിൽ പിടിച്ചുവിളിച്ചുകൊണ്ട് ചോദിച്ചു. കരഞ്ഞിറങ്ങിയപ്പോൾ ചുവന്ന മിഴികളോടെ നിൽക്കുന്ന ആര്യനെ കണ്ട് ശിവക്ക് ഭയം തോന്നി. എല്ലാം ഒന്ന് നേരെയായി വന്നതേയുള്ളൂ. വീണ്ടും എല്ലാം താളം തെറ്റുകയാണോ എന്ന പേടി നിറഞ്ഞ അവള്. അറിയില്ല ചേട്ടാ, എനിക്കറിയത്തില്ല. ഞാൻ വരുമ്പോ എടുത്ത് ഇവിടെ ഒന്നും കാണാനില്ല. കരച്ചിലടിയിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് ശിവ അവന്റെ നെഞ്ചിലേക്ക് വീണു. ആര്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ശില പോലെ നിന്നുപോയി. എന്തിനാണ് വീണ്ടും വീണ്ടും വിധി തന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? തനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്? അവന്റെ ഹൃദയം അലമുറയിട്ടു. ശിവ വിളിച്ചു പറഞ്ഞനുസരിച്ച് കുട്ടു അവിടേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും പുറത്ത് സൈറ്റിൽ എവിടെയായിരുന്നു അവൻ. ശിവ പറയുന്ന കേട്ട് ടെൻഷൻ അടിച്ചാണ് കൃഷ്ണയും പാഞ്ഞു വന്നത്. എടാ എന്റെ നിഹ, അവൾക്ക് എന്തെങ്കിലും? കൃഷ്ണയെ കണ്ടതും ആര്യൻ അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഇടർച്ചയോടെ പറഞ്ഞു. ഏയ് എന്താ ചേട്ടാ ഇത്? ഒന്നും ഉണ്ടാവില്ല അടുത്തേക്ക്. ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ നേരില്ല നമുക്ക്. അവരാവതിന്റെ പിന്നിൽ ആ തന്തയും മോനും. കൃഷ്ണ കടപ്പലിനെ എരിച്ച്. അത് കേട്ട് ആര്യന്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. കോപം കൊണ്ട് ചുവന്നു പോയി അവന്റെ മുഖം. കഴുത്തിലെ ഞരമ്പുകൾ തെളിഞ്ഞു വന്നു. ആ നേരം നീയുടെ ഫോൺ എവിടെ? ആര്യൻ കൈ നീട്ടിയതും ശിവ ആ ഫോൺ അവന്റെ കൈവളയിൽ വെച്ചു കൊടുത്തു. അതിലെ ലോക്ക് മാറ്റി എന്തോ തിരഞ്ഞുകൊണ്ടിരുന്നു ആര്യൻ. നിമിഷ നേരം കൊണ്ട് അവന്റെ മുഖം മാറി. കണ്ണുകളിൽ രൗദ്രഭാവത്തിൽ വികസിച്ചു. നീയെ കൊണ്ടുപോയത് അവരല്ല. ദേഷ്യം നിറഞ്ഞ ഗൗരവമായ സ്വരത്തിൽ ആര്യനത് പറഞ്ഞതും കൃഷ്ണയുടെയും ശിവയുടെയും മുഖം സംശയത്തിൽ ചുളിഞ്ഞു. പിന്നെ വേറെ ആരാ? അവരിരുവരും സംശയത്തോടെ ഒരേ സ്വരത്തിൽ ചോദിച്ചു. ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കിയ ആര്യന്റെ കണ്ണുകൾ ചോര പോലെ ചുവന്നു വന്നു. മുഷ്ടിയുരുട്ടി ദേഷ്യത്തിൽ കാറിന്റെ ബോണ്ടിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണുനീർ ചേർന്ന് ഒട്ടിപ്പോയ പീലികൾ ആയാസപ്പെട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് നിഹ ചുറ്റും നോക്കി. ഒരു നിമിഷം അവൾക്ക് താൻ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നൊരു ബോധവും ഉണ്ടായില്ല. തലക്ക് വല്ലാത്ത ഭാരം. കാഴ്ച പോലും അവ്യക്തമാണ്.
മറന്നുവെച്ച ഫോൺ എടുക്കാൻ പോയ ശിവയെ കാത്ത് കുറച്ചു നേരം കാറിനരികിൽ നിന്നു. അവളെ കാണാഞ്ഞതും കവറുകളൊക്കെ ഡോർ തുറന്ന് അകത്തേക്ക് വെക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നു. സ്ക്രീനിലേക്ക് നോക്കാൻ തുനിഞ്ഞപ്പോഴേക്കും മൂക്കിനടുത്തേക്ക് ആരുടെയോ കൈകൾ വന്ന് എന്തോന്നുകൊണ്ട് മുഖം അമർത്തി പിടിച്ച് കഴിഞ്ഞിരുന്നു. ഒന്നൊച്ച വെക്കാൻ പോലുമുള്ള സമയം കിട്ടാതെ ശരീരം തളരുന്നു. കാഴ്ച മങ്ങിയതും വരെ മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചത്? അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. താൻ ഏതോ റൂമിലാണെന്നും ആരുടെയോ ബെഡിലാണെന്നും അവൾ ഒരു നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു. അവൾ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ചുറ്റും നോക്കി. നിയക്ക് ഉള്ളിലൊരു വെള്ളിടി വെട്ടി. ഇത് തനിക്ക് പരിചയമുള്ളതാണല്ലോ, എപ്പോഴോ താൻ കണ്ടിട്ടുള്ള ഇടം. അവൾ ഓർമ്മകളിൽ പരതി. അപ്പോഴേക്കും കണ്ണുകൾ പെയ്തു തുടങ്ങിയിരുന്നു. താൻ ആരുടെയോ കയ്യിൽ അകപ്പെട്ടു പോയിരിക്കുന്നു എന്നത് അവളെ മാനസികമായും ശാരീരികമായും തളർത്തി കളഞ്ഞു. ബെഡ് ടേബിളിൽ ഇരുന്ന് ഫ്രെയിം ചെയ്ത ഫോട്ടോയിൽ അപ്പോഴാണ് അവളുടെ കണ്ണുകളിൽ പതിഞ്ഞത്. അതിലെ ആളെ കണ്ട് നീയുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു വന്നു. ഒരു നിമിഷം കൊണ്ട് വിയർത്തു കുളിച്ചു പോയി അവൾ. പകപ്പോടെ ചുറ്റും അവളുടെ കണ്ണുകൾ ഭ്രാന്തമായി അലഞ്ഞു. കണ്ണിലും മനസ്സിലും ഒരുപോലെ ആരിന്റെ മുഖം തെളിമയിൽ തെളിഞ്ഞു വന്നതും അവൾക്ക് ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി. തന്നെ കാണാതെ ഇപ്പൊ ആ നെഞ്ചു നോവുന്ന അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. ഒന്ന് ആർത്ത് കരയാൻ തോന്നി അവൾക്ക്. ബെഡിലെ പില്ലോയും ഷീറ്റും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളുമൊക്കെ ഒരു ഭ്രാന്തിയെ പോലെ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു അവൾ. മുറിയിലെ CCTV വഴി അവളുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചിരുന്നവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി. അത്യധികം ക്രൂരമായ ഒരു ചിരി. മെല്ലെ എഴുന്നേറ്റ് അവൾ നിൽക്കുന്ന റൂമിലേക്ക് നടന്നു അവൻ. റൂമിന്റെ ഡോർ ഹാൻഡിൽ തിരിയുന്നു. വാതിൽ തുറക്കുന്നതുമായ ശബ്ദം കേട്ട് നിഹ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. കണ്ണുകളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു. എങ്ങനെ രക്ഷപ്പെടണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ പകപ്പോടെ തറഞ്ഞു നിന്നുപോയി അവൾ. അച്ചുവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അയാളോ? എന്തിന്? ആര്യം പറഞ്ഞു കേട്ട് കൃഷ്ണക്കോ ശിവക്കോ വിശ്വസിക്കാനായില്ല. കാരണം അന്നേരം വരെ അങ്ങനെ ഒരാൾ അവർ വെറുതെ പോലും സംശയിച്ചിട്ടില്ല. കാരണം അവനെ പറ്റി അവർ കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് വിശദീകരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല കുട്ടു. ഇതവൻ തന്നെയാ. എന്ത് ചെറ്റത്തരവും ചെയ്യാൻ മടിയില്ലാത്ത ആ നാറി തന്നെയാ എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയത്. ആര്യന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. കാറിൽ കയറി അത് അതിവേഗത്തിൽ പായുമ്പോൾ ആര്യന്റെ കണ്ണുകളിൽ തന്റെ കിളിക്കുഞ്ഞിന്റെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു. അവന്റെ കണ്ണുകൾ നനഞ്ഞുപോയി. രാവിലെ ഇറങ്ങുമ്പോൾ നിറഞ്ഞ ചിരിയോടെ തന്റെ നെഞ്ചോരം ചേർന്ന് നിന്നവളാണ്. പക്ഷേ ഇപ്പോൾ അവൻ നിറഞ്ഞ കണ്ണുകൾ കൈത്തണ്ടുകൊണ്ട് അമർത്തി തുടച്ചു. ഒരാപത്തുണ്ടാവില്ലെന്ന് താൻ വാക്കൊടുത്താണ്. അതെനിക്ക് പാലിച്ചേ പറ്റൂ. അവൻ മനസ്സിൽ ഉറപ്പോടെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അസ്വസ്ഥമായ മനസ്സോടെ കലങ്ങിയ കണ്ണുകളോടെ വേഗത്തിൽ വാഹനം വായിക്കുന്നവനെ കൃഷ്ണയും ശിവയും വേദനയോടെ നോക്കി. പക്ഷെ അവൻ എവിടെ ഉണ്ടാവുമെന്നോ എവിടേക്കാവൻ നിഹയെ കൊണ്ടുപോയി കാണുകയെന്നോ ആര്യന് വലിയ നിശ്ചയമില്ലായിരുന്നു. തന്റെ തെറ്റാണ്. സച്ചിയുടെയും ആദിയുടെയും പിന്നാലെ പോയ നേരത്ത് ഇങ്ങനൊരുവന്റെ കാര്യം താൻ മറന്നുപോയി. എന്നെങ്കിലും അവനുള്ളത് ഇരട്ടിയായി കൊടുക്കണമെന്ന് പണ്ടേ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ തനിക്ക് തെറ്റിപ്പോയി. പ്രതീക്ഷിക്കാതെ നേരം അവനവന്റെ തനി സ്വഭാവം കാണിച്ചിരിക്കുന്നു. ആര്യൻ കടപ്പല്ലി ഞെരിച്ചുകൊണ്ട് ഓർത്തു. ഡോർ തുറന്ന് തന്റെ നേരെ നടക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഭയത്തോട് വിറച്ചുകൊണ്ട് നിഹ പിന്നിലേക്ക് നടന്ന് ഭിത്തിയിൽ തട്ടി നിന്നു. വിയർത്ത് കുളിച്ചുകൊണ്ട് ചെറുതായി വിറക്കുന്ന ശരീരവുമായി നിൽക്കുന്ന നിഹാരെ അവൻ കണ്ണുകൾ കൊണ്ടൊന്ന് അടിമുടി ഒഴിഞ്ഞു. വല്ലാത്തൊരു ഭാവത്തോടെ ചുണ്ടുകൾ തടവി തന്നെ നോക്കുന്ന ശ്രീജിത്തിനെ കണ്ട് അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. അല്ലെങ്കിൽ എന്നും അങ്ങനെയായിരുന്നല്ലോ. അവനെ കാണുമ്പോഴൊക്കെ അവൾക്ക് വെറുപ്പാണ്, ഭയമാണ്. എന്താ നിയമങ്ങളെ പേടിച്ചു പോയോ? വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു. ഒരക്ഷരം പോലും മിണ്ടാതെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു നിഹ. എന്താണ് ഇപ്പോഴും നിന്റെ അഹങ്കാരത്തിനൊട്ടും കുറവില്ലല്ലേ? പുച്ഛത്തോടെയുള്ള അവന്റെ ചിരി അവിടെ മുഴങ്ങി. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? തന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിനക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. നിന്നെ ദ്രോഹിക്കാനോ? എന്താ മോളെ നീ പറയുന്നത്? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടല്ലേ? നിന്നെ ഒന്ന് നന്നായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നു? ശ്രീവഷള ശിവയുടെ പറയുന്ന കേട്ട് നീ അറപ്പോടെ മുഖം തിരിച്ചു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞോ എന്റെ കയ്യിൽ നിന്നൊരു രക്ഷപ്പെടൽ നിനക്ക് ഉണ്ടാവില്ലെന്ന്. എന്നിട്ട് എന്തായിരുന്നു നിന്റെ അഹങ്കാരം? ആ ഭ്രാന്തന്റെ ധൈര്യത്തിൽ നീ എന്നെ വെല്ലുവിളിക്കുക വരെ ചെയ്തു. എന്നിട്ടിപ്പൊ എന്തായി? എവിടെ പോയി നിന്റെ ആ നാക്ക്? ശ്രീ ദേഷ്യത്തിൽ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് മുഖാവന്റെ നേരെ പിടിച്ചുകൊണ്ട് അലറി. നീ അവന്റെ കൈ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും ജിത്തിന്റെ ശക്തിക്ക് മുമ്പിൽ അവൾക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇയാൾക്ക് മുമ്പിൽ തനിക്ക് കീഴ്പ്പെടേണ്ടി വരുമോ എന്ന ഭയം അവളെ നിമിഷ നേരം കൊണ്ട് തളർത്തി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ കരഞ്ഞ ചുവന്ന മുഖവും തുടുത്തി വിറക്കുന്ന ചുണ്ടുകളും ജിത്ത് കൊതിയോടെ നോക്കി നിന്നു. നീയുടെ ദേഷ്യ എതിർപ്പുകളൊന്നും അവൻ വകവെച്ചില്ല. മറുത്ത് അതൊക്കെ അവന് ലഹരിയായി തോന്നിച്ചു. ഒരു ഭ്രാന്തനെ പോലെ തന്റെ മുമ്പിൽ നിന്ന് ക്രൂരമായി പുഞ്ചിരിക്കുന്നവനെ കണ്ട് നീയൊക്കെ ആ നിമിഷം മരിച്ചു വീണിരുന്നെങ്കിലെന്ന് തോന്നിപ്പോയി. അവൾ പൊട്ടിക്കരഞ്ഞു. നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്റെ ഒരാഗ്രഹം. നിന്നെ കണ്ട നാൾ മുതൽ നീ എന്നെ മോഹിപ്പിക്കാൻ തുടങ്ങിയതാ. ഒരു തവണ, ഒരേ ഒരു തവണ മതി. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ തന്നെ നിന്നെ നിന്റെ ആ ഭ്രാന്തിന് തിരികെ കൊടുക്കാം.
അതുവരെ പെടക്കാതെ നിക്കടി. ശ്രീ പറയുന്ന ഓരോ വാക്കും കേട്ട് നേക്ക് തന്റെ ശരീരം വെന്തുരുകുന്ന പോലെ തോന്നി. അതിനുമപ്പുറം തന്റെ പ്രാണന്റെ മുഖാവളിൽ വല്ലാത്ത വേദന നിറച്ചു. തങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇവിടെ തീർന്നു പോവുകയാണോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. തന്റെ ദേഹത്തോടെ അയാളുടെ ശരീരം അടുത്തടുത്ത് വരുന്നറിഞ്ഞ് നേക്കുള്ളിൽ വല്ലാത്തൊരു ഞെട്ടലുളവായി. നിന്ന് ഞെരിവിരുണ്ടുപോയി അവൾ. ദേഹമാകെ പുഴുവരിക്കും പോലെ ഭിത്തിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന നിഹയിലേക്ക് ശ്രീ തന്റെ ശരീരം അമർത്തി വെച്ചു. വല്ലാത്തൊരാസക്തിയോടെ അവളിലെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്താനൊരുങ്ങി ശ്രീജിത്ത്. എന്നാൽ ഞൊടിയിട കൊണ്ട് അവന് നിലവിളി ആ മുറിയാകെ മുഴങ്ങി. ബെഡ് ടേബിളിൽ കുറച്ചു മുന്നേ കണ്ട ഫോട്ടോ നീ എങ്ങനെയോ കയ്യെത്തി എടുത്തിരുന്നു. അത് തനിക്കാവും വിധം ശക്തിയിൽ ശ്രീയുടെ തലക്കുമേലെ അടിച്ചു കഴിഞ്ഞിരുന്നു പെണ്ണ്. അപ്രതീക്ഷിതമായതിനാൽ അവളിലെ പിടിയഴിഞ്ഞ് അവൻ പിന്നിലേക്ക് വേച്ചുപോയി. പെട്ടെന്ന് തോന്നിയ ധൈര്യത്തിന് ചെയ്താണ്. പക്ഷേ മുന്നിൽ നിൽക്കുന്നവന്റെ ഭാവം അവളെ കൂടുതൽ ഭയപ്പെടുത്തി. ഇരയെ കൊല്ലാനെടുക്കുന്ന ഭീകരനായ വേട്ടമൃഗത്തെ പോലെ അവൻ മുരണ്ടു. ചില്ലുകൊണ്ട് തലമുറിഞ്ഞ് രക്തം ഒഴുകിയിറങ്ങിയിരുന്ന അപ്പോഴേക്കും ജിത്തിന്റെ മുഖമാകെ വേദന കൊണ്ട് അവൻ ഞെരങ്ങിപ്പോയി. നീ പോരയാടി മോളെ, നീ എന്താടി കാണിച്ച്? ഒരൊറ്റ അലർച്ചയോടെ നീയുടെ മേലേക്ക് ചാടി വീണ് കഴിഞ്ഞിരുന്നു അവൻ. കണ്ണിനു മേലേക്ക് ഒഴുകിയിറങ്ങുന്ന അവന്റെ കൊഴുത്ത ചോര നിലമാകെ പടർന്നു. കൈത്തണ്ട കൊണ്ട് മുഖം തുടച്ചുകൊണ്ടേയിരുന്നെങ്കിലും അതിയായ വേദന തോന്നി തുടങ്ങിയിരുന്നു അവന്. അപ്പോഴേക്കും കഴുത്തിന് കുത്തിപ്പിടിച്ച് അവളെ റെഡി മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞിരുന്നു അവൻ. ശ്വാസം കിട്ടാതെ നീഹജിത്തിന്റെ കൈകളിൽ കിടന്ന് മരണവെപ്രാളത്തോടെ പിടച്ചുകൊണ്ടേയിരുന്നു. കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു വന്നു. താനിപ്പോൾ മരിച്ചു പോകുമെന്ന് പോലും അവൾക്ക് തോന്നി. അവളെ വലിച്ച് കട്ടിലേക്ക് പിടിച്ചിട്ടുണ്ട്. ശ്രീ അവളുടെ ഇരുകവളിലും മാറി മാറി അടിച്ചു. ഹൃദയം പൊട്ടിയൊരു കരച്ചിൽ തൊണ്ടക്കുഴിയോളം വന്നിരുന്നുകൊണ്ട് അവളെ ശ്വാസം മുട്ടിച്ചു. കണ്ണിൽ നിന്നും പൊന്നീച്ച പറക്കുന്ന പോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത്. വായ്ക്കുള്ളിൽ രക്തം നിറയുന്നതും ചുണ്ടുപൊട്ടിയതുമൊക്കെ അവൾ തന്റെ ബോധം മറയും മുന്നേ അവ്യക്തമായി തിരിച്ചറിഞ്ഞു. നാശം പിടിച്ചവള്. വായിൽ തോന്നിയ ചീത്തയൊക്കെ അവൾക്ക് മേലെ വർഷിച്ചുകൊണ്ട് ബോധം കെട്ടി കിടക്കുന്നവളെ പുച്ഛത്തോടെ നോക്കി ഇടറുന്ന കാലുകളോടെ ജിത്ത് പുറത്തേക്ക് നടന്നു. ആര്യനാകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു. എങ്ങോട്ടാണെന്നോ എന്താണെന്നോ അറിയാൻ പറ്റാതെ അവൻ വട്ടം ചുറ്റി. അപ്പോഴാണ് അവൻ അമൃതയെ പറ്റി ഓർത്തത്. അവളോട് ചോദിച്ചാൽ എന്തെങ്കിലും വിവരം അറിയാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ അവൻ നീഹയുടെ ഫോണിൽ നിന്ന് അമ്മുവിനെ വിളിച്ചു. 1-2 റിങ്ങിന് ശേഷം അപ്പുറത്ത് അമ്മ കോൾ അറ്റൻഡ് ആക്കി. ആ മോളെ, നീയാണെന്ന് കരുതി അവൾ സംസാരിക്കാൻ ഒരുങ്ങി. അമ്മു, നീഹയല്ല, ഞാൻ ആര്യനാ. ആര്യന്റെ ശബ്ദം കേട്ട് ഒരു വേള അവൾ അന്തിച്ചു പോയി. അവന്റെ അസുഖമൊക്കെ ഭേദമായ വിവരം നീ അവളെ അറിയിച്ചിരുന്നു. എങ്കിലും അവിടെ മറ്റാരോടും ഇപ്പോൾ പറയേണ്ടെന്ന് വിലക്കിയത് കൊണ്ട് അമ്മയോടോ ശ്രീയോടോ ഒന്നും അവൾ ഇത് അറിയിച്ചിരുന്നില്ല. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി അമ്മ വിളിച്ചു. ആര്യന്റെ സ്വരത്തിലെ പതർച്ചയും വെപ്രാളവും അവളെ കൂടി പേടിപ്പെടുത്തി. എന്താ ആര്യ, നീ അവളെവിടെ? ആർക്കോ എന്തോ ആപത്ത് പെടഞ്ഞിട്ടുണ്ടെന്ന് അമ്മുവിന്റെ ഹൃദയം ഉരുവിട്ടു. നീ അവളെ കാണാനില്ല അമ്മു. ആര്യന്റെ ശബ്ദമിടറിപ്പോയി. കണ്ണുകൾ കൂടുതൽ സജലമായി. മറുപുറത്ത് അത് കേട്ട് അമ്മുവിന്റെ ഹൃദയം നിലച്ച പോലെ തോന്നി. മിഴികൾ തുളുമ്പി. കയ്യിൽ നിന്ന് ഫോണെന്ന് വിറച്ചു. എന്താ ആര്യ, നീ പറയുന്നേ? നീ എന്റെ കുട്ടി, അവൾക്കെന്ത് പറ്റി? ചോദിക്കുന്നതിനൊപ്പം കരഞ്ഞുപോയി അവൾ. പേടിക്കണ്ട അമ്മു, അവൾക്കൊന്നും വരില്ല. ഞാൻ ജീവനോടെയുള്ള കാലം വരെ എന്നെ നീഹക്ക് ഒന്നും വരാൻ ഞാൻ അനുവദിക്കില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം. ശ്രീജിത്ത് അവനിപ്പോ എവിടെയാണെന്ന് അമ്മുവിനറിയോ? ആര്യന്റെ സ്വരം നിമിഷനേരം കൊണ്ട് കടുത്തു. ആര്യന്റെ ചോദ്യം കേട്ട് അമ്മൂന്ന് ഞെട്ടിപ്പോയി. അയാളാണോ? അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നിപ്പോയി. അറിയില്ല ആര്യ, 2 ദിവസം ഇവിടേക്ക് വന്നിട്ട് എന്തോ അത്യാവശ്യത്തിന് എവിടെ പോകാനെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്ന കൂടിയില്ല. എനിക്ക് സത്യമായിട്ടും അറിയില്ല അയാൾ എവിടെയാണെന്ന്. അവൾക്ക് ആ നിമിഷം വല്ലാത്ത വേദന തോന്നി. അയാൾ കാരണമാണോ നിഹ? അവൾക്ക് അങ്ങനെയൊന്നും ആലോചിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ വീട് എവിടെയാ? ആര്യൻ അവസാന കച്ചി തരുമെന്നോളം ചോദിച്ചു. അമ്മു അതിനുള്ള ഉത്തരം നൽകി. ഫോൺ വെച്ചതിന് ശേഷം അമ്മു തളർച്ചയോടെ കട്ടിലേക്കിരുന്നു. നീക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം ഇതിന് പിന്നിൽ അയാൾ ആവരുതേ എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. ആണെങ്കിൽ തനിക്കതെങ്ങനെ ക്ഷമിക്കാനാവും? എങ്ങനെ താനത് സഹിക്കും? അവൾക്കൊന്ന് ആർത്ത് കരയാൻ തോന്നി. മുഖത്തെയും കഴുത്തിലെയും രക്തം കഴുകിക്കളഞ്ഞ് മുറിവ് ഡ്രസ് ചെയ്യുകയായിരുന്നു ശ്രീജിത്ത്. ഫോൺ നിർത്താതെ അപ്പോഴും റിങ് ചെയ്യുന്ന കണ്ട് അവനതെടുത്ത് നോക്കി. അമ്മുവാണ്. പുച്ഛത്തോടെ അവനത് കട്ടാക്കി. ശേഷം നീക്കരയിലേക്ക് പോവാനൊരുങ്ങിയതും കോളിംഗ് ബെൽ മുഴങ്ങിയ ശബ്ദം അവന്റെ കാതുകളിൽ അലയടിച്ചു. ആരായിരിക്കും? അവൻ പരിഭ്രാന്തിയോടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. നീയ കിടക്കുന്ന റൂമിലേക്ക് മിഴികൾ പായിച്ചു. അവിടെ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. അല്പനേരം അനങ്ങാൻ നിന്നവൻ. പക്ഷെ അപ്പോഴും ബെല്ലിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവനിവിടെ ഉണ്ടാവുമോ എന്ന് പോലും ഉറപ്പില്ല. എങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകണമെന്ന് മനസ്സ് പറയുന്നു. കുട്ടുവും ശിവയും ഇതെല്ലാം കണ്ണും കേട്ട് അവനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആര്യനിൽ ഉണ്ടാവുന്ന പരിഭ്രാന്തിയും വെപ്രാളവും അവരെ കൂടി പേടിപ്പിച്ചു. ഇനി വീണ്ടും പഴയ അവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കാണോ എന്നോർത്ത് അവർ ആദ്യപൂണ്ടു. അവന്റെ ഒപ്പം താങ്ങായി നിന്നവൾ, അവന് അത്രമാത്രം പ്രിയപ്പെട്ടവൾ.
അവൾക്ക് വേണ്ടി മാത്രമാണ് ആര്യനിങ്ങനെ പുനർജനിച്ചു വന്നത് പോലും. അപ്പോൾ അവളുടെ നഷ്ടം അവനൊരിക്കലും താങ്ങാനാവില്ലെന്ന് കൃഷ്ണക്കും ശിവക്കും ഒരുപോലെ അറിയാമായിരുന്നു. നീയൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ആര്യനെ എന്നേക്കുമായി നഷ്ടമാവുമെന്നവർ അത്യധികം വേദനയോടെ ഓർത്തു. ഇനി പഴയ അവസ്ഥയിൽ അവനെ കാണേണ്ടി വന്നാൽ എന്താവും സ്ഥിതി എന്നോർത്ത് ഇരുവരും വേവലാതിയോടെ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ തന്നെ നിന്നു. നിർത്താതെ അമൃഷത്തോടെ കോളിംബിലടിക്കുന്ന ആര്യനെ കണ്ട് ശിവയും കൃഷ്ണയും പരസ്പരം നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.